ഇന്നത്തെ വീഡിയോ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ കുറേ കാലമായിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊരു മോക്ഷം കൊടുക്കണം. കുറേ മുമ്പേ അമ്മ വരുമ്പോൾ 2 ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് 2 ചട്ടി, നല്ല ഓമനത്തുള്ള 2 ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നല്ല പൊടിയിലൊന്നിലാണ് നമ്മൾ ഇത്രയും ദിവസം എന്തെങ്കിലും കറിയെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് വേറൊരു ചട്ടിയുണ്ട്, കുഞ്ഞ് നല്ല ഇങ്ങനെ പരന്ന ചട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ ഞാൻ വിചാരിക്കുന്നത് ചട്ടിച്ചോറ് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല, മാസം കുറേയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും അത് ഉണ്ടാക്കാമെന്ന്. നാട്ടിൽ നമ്മൾ വരുമ്പോൾ കുറേ മീനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കളർഫുള്ളാവുമല്ലോ ചട്ടിച്ചോറ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പരിപാടി നടക്കാം, കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ആയി കഴിയണം. അപ്പോൾ ബാക്കി വഴിയേ കാണാം. അങ്ങനെ ഞാൻ ഓരോ പണിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യനെ കുട്ടാട്ടിൻ്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ എടുക്കലും കുക്കിങ്ങും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ഫുള്ള് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള അരി കഴുകുന്നുണ്ട്. ആദ്യം ചോറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞിട്ട് പിന്നെ കറികളെല്ലാം മെല്ലെ മെല്ലെ ആക്കിയാൽ മതി. പെട്ടെന്ന് ആക്കാൻ പറ്റിയ സാധനങ്ങളെ നമ്മൾ ആക്കുന്നുള്ളൂ. അപ്പോൾ ചോറ് അടുപ്പത്ത് കുക്കറിലാണ് ആക്കുന്നത്. അടുപ്പത്ത് വെച്ചതിന് ശേഷം മീൻ എടുക്കാൻ പോയി ഫ്രിഡ്ജിൽ. മീനും ബാക്കിയുള്ള പച്ചക്കറികളും എടുത്തിട്ട് വന്നു. അപ്പോൾ വന്നതിന് ശേഷം ഇനിയിപ്പം ഓരോന്നിനായിട്ട് അരിയാനുണ്ട്. നമ്മൾ ഇന്ന് ആക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഒന്ന് മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു വഴുതനങ്ങ ഫ്രൈ, പിന്നെ 2 ചമ്മന്തി ആക്കുന്നുണ്ട്. തേങ്ങാ ചമ്മന്തിയും ഉള്ളി ചമ്മന്തിയും ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു മുട്ട ഓംലെറ്റ്, അച്ചാർ ഓൾറെഡി ഇവിടെ ഉണ്ട്, പിന്നെ കൊണ്ടാട്ടം മുളക്, പിന്നെ ഒരു സലാഡ് ഞാൻ ഓൾറെഡി ആക്കി വെച്ചതുണ്ടായിരുന്നു. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ ഫിഷ് ഫ്രൈ മറന്നു പോരുത്, മെയിനായിട്ട് അതാണുള്ളത്. അമ്മ മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് ചട്ടിച്ചോറാക്കാനുള്ള ഭയങ്കരമായ ത്വര വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ മെഴുക്ക് പുരട്ടിക്കുള്ള പയർ അരിഞ്ഞു വെക്കുന്നതാണ്. ഇത് ഭയങ്കര ഇഷ്ടം എനിക്കും ആദൂനും കുട്ടാട്ടിനും ഇഷ്ടമാണ്. ആദൂന് ഇത് വെറുതെ ഇങ്ങനെ ഉപ്പും മഞ്ഞളും മാത്രമായിട്ട് വേവിച്ച് കൊടുത്താൽ അവന് തിന്നോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാക്കുന്നുണ്ട്, അവനും കൂടെ വേണ്ടുന്നതുകൊണ്ട്. അപ്പം പയർ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വഴുതനങ്ങയും കൂടി അരിയുന്നുണ്ട്. കുറച്ച് മതിയല്ലോ, 2 പേർക്ക് മാത്രമല്ലേ വേണ്ടൂ നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ആക്കി വെക്കുന്നത്. കുറേ ആയി ചട്ടിച്ചോറ് കഴിക്കണം എന്ന് വിചാരിക്കുന്നത്, പക്ഷേ ആക്കാനൊരു സമയം കിട്ടുന്നില്ല. ഒന്നാമത് നമ്മൾ എല്ലാ സാധനങ്ങളും വേണമല്ലോ, അങ്ങനെ പെട്ടെന്ന് ആക്കാൻ പറ്റില്ല. ഇന്ന് നോക്കുമ്പം വെറുതെ ഞാനൊന്ന് കൂട്ടാൻ ഉടനെ ചട്ടിച്ചോറാക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിന് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വഴുതനങ്ങ ഫ്രൈ ആക്കാൻ വേണ്ടി അതിനകത്തേക്ക് മസാലയൊക്കെ ഇടുകയാണ്. ഉപ്പുണ്ട്, മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് ഞാൻ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇടണം. അത് ഞാനിപ്പോൾ ഇടാൻ മറന്നുപോയി, പിന്നെ ഇടുന്നുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഊറ്റിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് സമയം അത് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കണം. അപ്പോൾ അതങ്ങനെ ഞാൻ നല്ലോണം സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് തേങ്ങ പൊട്ടിക്കണം. തേങ്ങ പൊട്ടിക്കാൻ ഞാനിപ്പോൾ എക്സ്പേർട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്കത് ചിരകി എടുക്കണം. തേങ്ങ ഇപ്പം ഞങ്ങൾ തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കുന്നത് ഭയങ്കര റയറാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ചമ്മന്തിയാണ് കൂടുതലാക്കുന്നത്. ഭയങ്കര ഇഷ്ടം ചമ്മന്തി. തേങ്ങ ചമ്മന്തി ആക്കുമ്പം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അധികം അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പം എന്തെങ്കിലും എരിശ്ശേരി അങ്ങനെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് മീനൊക്കെ വാങ്ങുന്ന ആഴ്ചയിലേ വാങ്ങാറുള്ളൂ തേങ്ങ. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരവുന്ന അധികവും ഞാൻ എപ്പോഴും തേങ്ങ ചിരവുമ്പോഴും കൈ മുറിയാറുണ്ട്. ഇന്നെന്തോ മുറിഞ്ഞിട്ടില്ല, ഭാഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ചമ്മന്തി ആക്കണം. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി, പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ചമ്മന്തി ആക്കാറ്. നിങ്ങൾ ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ വേറെ രീതിയിലാണ്, കുട്ടാൻ്റെ വീട്ടിൽ വേറെ രീതിയിലാണ്, അങ്ങനെയൊക്കെ ആക്കുന്നുണ്ടാവുക. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൊതിച്ചോറോ അതെവിടെ നിന്ന് ഇപ്പോൾ കയറി വന്ന് ചട്ടിച്ചോറാക്കുമ്പം എന്താ പറയുക, നല്ല ബീഫും അതുപോലെ ചിക്കനും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊരു ഗ്രാൻഡ് ചട്ടിച്ചോറ് വേണമെന്ന്. പക്ഷേ ഇത് എല്ലാം കൂടെ ഒന്നും ഒത്തു വരുന്നില്ല. അപ്പോൾ കുട്ടാടമ്മ അത് നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കാം, ഇപ്പം നീ ഒന്ന് ട്രയൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട്. അങ്ങനെയാണ് ഇപ്പം ഈ സിമ്പിൾ ചോറാക്കാമെന്ന് വിചാരിച്ചത്.
സിമ്പിൾ ചട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് എന്നോട് കാണിക്കാൻ മറന്നുപോയി. ഞാൻ മീഷോന്ന് കഴിഞ്ഞ ദിവസം കുറേ വീഡിയോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഐറ്റമാണിത്. എൻ്റെ പൊടികളൊക്കെ വെക്കാൻ പറ്റുള്ള ഒരു തട്ട്, നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇനി വേണ്ടവർക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചമ്മന്തി അരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ചോറ് ആയതുകൊണ്ട് അത് ഓഫ് ചെയ്യാൻ പോയതാണ്. അതിനുശേഷം ഞാൻ ചമ്മന്തി അരക്കാൻ പോന്നു. ഇതൊക്കെ ജാറിലിട്ട് എന്നിട്ടാണ് പുളി പിഴിഞ്ഞ് ആക്കുന്നത്. ഉപ്പിട്ട് അങ്ങനെ അരച്ചെടുക്കില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാം എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതൽ പുളി കൂടുതൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്ന് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചമ്മന്തി അരക്കൽ പരിപാടി വേഗം കഴിയല്ലോ, ഒറ്റ അക്കലിന് എല്ലാ സംഭവം കഴിഞ്ഞു. അപ്പം അങ്ങനെ ചമ്മന്തിയായി. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ 2-3 ഐറ്റംസ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഐറ്റത്തിന് വെക്കുവാണ്. അടുത്ത ഐറ്റം ആക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ മെഴുക്ക് വരട്ടിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതിനിപ്പം മെഴുക്ക് വരട്ടി ആക്കിയെടുക്കണം. അപ്പോൾ അതും അതേ സമയത്ത് തന്നെ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൽ നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം അതേ പാനിൽ തന്നെ നമുക്ക് മത്തി വറുത്തെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ ആദ്യം വഴുതനങ്ങ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ പറയും, നീ എല്ലാം ഭയങ്കര പിശുക്കി ഒഴിക്കുന്നത്. പക്ഷേ എനിക്ക് അധികം എണ്ണ ഒഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മെഴുക്ക് വരട്ടിക്കുള്ള പയറിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് ഇളക്കി വെച്ചു. അതിന് ശേഷം ഞാനിത് ഇപ്പുറത്തെ പാന് ചൂടായപ്പോൾ, വെളിച്ചെണ്ണ ചൂടായപ്പം ഓരോ വഴുതനങ്ങയായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ചെറിയ വഴുതനങ്ങ എടുത്തു, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു, കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെ ഇട്ടേ. ഇനിയിപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഏകദേശം ആവുമല്ലോ. അപ്പോൾ പിന്നെ വേഗം പണി കഴിയും. കുട്ടാണ്ണനോട് രാവിലെ എഴുന്നേറ്റപ്പോഴേ ചോദിച്ചിരുന്നു, നീ ഇതിപ്പം ഇത്ര ലേറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ എനിക്ക് അരമണിക്കൂർ പോലും വേണ്ടി വന്നിട്ടില്ല ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനെല്ലാം സ്പീഡായിട്ട് ഒറ്റയടിക്ക് തന്നെ എല്ലാം ചെയ്ത് തീർത്തു. അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ടായിരുന്നു. ആ ചോറ് അവിടെ വാർത്ത് വെച്ചു. ഇനി നമ്മൾ ആയ വഴുതനങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി അടുത്തത് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ കഴുകിയിട്ടൊക്കെ വെച്ചത്, അമ്മ പോകുമ്പം കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വെച്ചത്. എന്നാലും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട്, നമുക്ക് ഫുള്ള് ഫിഷ് വേണ്ടല്ലോ, ഫ്രൈ മാത്രമാക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴത്തേനും നമ്മൾ മെഴുക്ക് വരട്ടി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്ത് അത് അടച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഫിഷ് ബാക്കിയുള്ളത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അതിനുശേഷം നമ്മൾ ഫിഷിൽ ഒന്നും കൂടി എന്തെങ്കിലും വൃത്തികേടൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു വെള്ളത്തിലും കൂടി കഴുകിയെടുത്തതിന് ശേഷം അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ കുരുമുളക് പൊടി, മത്തി വറക്കുമ്പോൾ മാത്രം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിടുന്നുണ്ടാവും, എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, നല്ലോണം ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും. അത് ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ. അപ്പം അത്യാവശ്യം തണുപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം മസാലയൊക്കെ ഉള്ളിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിഷ് നല്ലോണം പെരക്കിയിട്ട് ഞാനവിടെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം കുറച്ച് സമയം എഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. 2 ദിവസം 2 ദിവസം എങ്ങാണ്ടായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിന് വേഗം പോയി. അപ്പോൾ ആ ടൈം കൊണ്ട് ഇടയ്ക്ക് ഞാൻ പോയിട്ട് ആദുവിനെ കുളിപ്പിക്കുന്നുണ്ട്, അവനെ സെറ്റാക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ടൈം ലാപ്സ് ഇട്ടിട്ട് വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ ഞാൻ പോസ് ചെയ്ത് എടുത്തുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. വീഡിയോയും അതിൻ്റെ ഒപ്പം തന്നെ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ വെറുതെ എഡിറ്റ് ചെയ്യുമ്പോൾ വലിയ പണി. അതോ എന്നാ ചെയ്യുന്ന എന്താ? അച്ഛനും മോനും കളിച്ച് കിച്ചണിൽ വരെ കളി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിയും ഉരുളക്കിഴങ്ങെല്ലാം പോകാൻ തുടങ്ങിയാൽ ഞാൻ മെല്ലെ അവനൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മെഴുക്ക് വരട്ടി കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പയറിൻ്റെ മെഴുക്ക് വരട്ടി. അപ്പോൾ അത് കൊടുത്തപ്പോൾ പിന്നെ കുറച്ച് സമയം അതും കഴിച്ച് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് മെഴുക്ക് വരട്ടി അവിടെ സെറ്റായി. ഇനി അടുത്ത 2 ഐറ്റം ആക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റാണ് ചമ്മന്തി ആക്കിയതിന് ശേഷമാണ് ഞാൻ വെച്ച് ഒരു ഉള്ളിച്ചമ്മന്തിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റെസിപ്പി ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, സാധാരണ ഷോർട്സ് ഇടുന്ന. പക്ഷേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഉണക്കമുളകില്ലേ, ഒരു 3-4 ഉണക്കമുളകും ഒരു 5-8 ചുവന്ന മുളക്, മീൻസ് കുഞ്ഞുള്ളിയില്ലേ,
കുഞ്ഞുള്ളിയും ഉണക്കമുളകും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്തെ ഫിഷ് ഫ്രൈയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഇതിന് പിന്നെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിലൊരു പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല കളറ് മാറി വരും, പുളിയൊക്കെ നല്ലോണം മെൽറ്റായി വരും. അപ്പോൾ അത് നല്ലോണം കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യുക. തണിഞ്ഞിട്ട് നമുക്കിത് നല്ല ഇടിക്കുന്ന കല്ലിലിട്ടിട്ട് നല്ല ഇടിച്ചെടുക്കണം. ഒരു ഐറ്റവും കൂടി എന്നോട് ചേർക്കാൻ മറന്നു, ഈ കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അന്നേരം വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കറിവേപ്പില ആഡ് ചെയ്യാൻ എന്നോട് മറന്നു, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പം. അപ്പോൾ അത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം അങ്ങനെ ചെയ്ത് നോക്കണം, അങ്ങനെ ചെയ്യണം, മറന്നു പോകരുതെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇപ്പുറത്ത് ഫിഷ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ മീനായതുകൊണ്ട് വേഗം തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ടൈം ലാപ്സ് എടുത്തെടുക്കുന്നത് പെട്ടെന്നാകുന്ന പോലെ തോന്നുന്നത്, ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് ഫിഷ് ഫ്രൈ മാറ്റി വെച്ചിട്ട് കൊണ്ടാട്ടം വറുത്തെടുക്കുന്നതാണ്. ഇത് ഞാൻ നമ്മൾ വറുത്തിടാനൊക്കെ എടുക്കുന്ന ഒരു പാനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ചീനച്ചട്ടിയിൽ ഒക്കെ ഇതുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആ പാനിലിട്ട് തന്നെ കൊണ്ടാട്ടാക്കി എടുക്കാമെന്ന്. അങ്ങനെ ഇത് വലിയ ഉപ്പൊന്നും ഇല്ലാത്ത, വലിയ എരിവില്ലാത്ത നല്ല രസമുള്ള കൊണ്ടാട്ടം ഇവിടുന്ന് നമ്മൾ വാങ്ങി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉണ്ടമുളകായിരിക്കുമല്ലോ കൊണ്ടാട്ടാക്കുക. ഇവിടെ ഞാൻ പച്ചമുളക് പോലത്തെ ഒരു മുളകായിരുന്നു, പക്ഷെ നല്ല രസമുള്ള കൊണ്ടാട്ടമാണ്. അപ്പോൾ അതൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ആക്കുമ്പോൾ ഭയങ്കര പുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിന് കൂട്ടിയിട്ട് അങ്ങ് പൊയ്ക്കോന്നൊക്കെ കൂട്ടാട്ടോട് പറയുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കരഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അവനെ മേളിലങ്ങനെ ഇരുത്തിക്കും. അപ്പോൾ ഇപ്പം മെഴുക്ക് വരട്ടിലുണ്ട്, അതും കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദൂരോട്ടൊന്നും പോകാത്തതുകൊണ്ടാണ് അവനെ അവിടെ ഇരുത്തിച്ചല്ലേ, താഴെ ഇരുത്തിക്കുള്ളൂ. പിന്നെ കുട്ടാട്ടനുണ്ട് സൈഡിൽ തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നേരത്തെ തണിഞ്ഞ ചമ്മന്തി, നമ്മൾ ഉള്ളിയും മുളകുള്ള ചമ്മന്തി ഇടിക്കല്ലിട്ട് ഇടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു ഉപ്പ് കുറവ് പോലെ തോന്നിയുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇടിച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചോറിന് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഇതിന് മുന്നേ ഞാൻ ഒരു 1-2 പ്രാവശ്യമായിട്ട് ഇതാക്കിയിട്ടുള്ളൂ. പക്ഷേ കുട്ടാണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് കുട്ടാനോട് ഇതാക്കട്ടെ എന്ന് വെച്ച് പോകാമെന്ന് പറഞ്ഞു. പിന്നെ പാത്രം നമ്മൾ പുളിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കറുപ്പടിക്കും, പക്ഷെ അത് കഴുകുമ്പോൾ അങ്ങ് പൊയ്ക്കോളും. അതാ ചീനച്ചട്ടി ഇങ്ങനെ അടിക്ക് എരിഞ്ഞതുപോലെ ഇരിക്കുന്നത്. പിന്നെ ഞാനിത് നന്നായിട്ട് ഇടികളിലിട്ട് അടച്ചെടുത്ത ചമ്മന്തി നമുക്ക് ഒരു പാത്രത്തിലേക്ക്, ഒരു കോപ്പയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ഐറ്റം കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ ഐറ്റം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു ഓംലെറ്റും കൂടിയാണ് ആക്കിയെടുക്കാനുള്ളത്. പിന്നെ സലാഡ് ഞാൻ ഓൾറെഡി തലേദിവസം ആക്കി വെച്ചതുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വേറെ തന്നെ തൈര് കറി ആക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ അത് ആക്കണ്ട, എന്തായാലും സലാഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ചമ്മന്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ആദുവിൻ്റെ മെഴുക്ക് പുരട്ടി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കൈയൊക്കെ ഫുള്ള് ഈ എണ്ണയും അതുപോലെ തന്നെ ഈ എന്താ പറയുക മഞ്ഞൾ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ ഞാൻ കുട്ടാട്ടിൻ്റെ അടുത്ത് ആക്കിയിട്ട് നേരെ ഓംലെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വന്നു. ഓംലെറ്റിൽ വലിയ ആർഭാടമൊന്നുമില്ല, ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒരു ചെറിയ ഓംലെറ്റ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. വലിയ ആർഭാടാക്കാൻ നിന്നിട്ടില്ല, എല്ലാം ഒരു ആർഭാടാണല്ലോ. അപ്പോൾ പിന്നെ അത് ചെറിയ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓംലെറ്റും ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഐറ്റം ചോറുണ്ട്, പിന്നെ കൊണ്ടാട്ട മുളക്, മത്തി പൊരിച്ചത്, സലാഡുണ്ട്, പിന്നെ ഇതിൻ്റെ പേരുന്നതിനും വഴുതനങ്ങ ഫ്രൈ, ചമ്മന്തി, ഇത് വേറെ ചമ്മന്തി, അച്ചാറ്, മെഴുക്ക് വരട്ടി, ഓംലെറ്റ്, ചട്ടി. ഐറ്റംസ് എല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിനി ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ് ഇത് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ. അതിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ ആദ്യം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പയറ് മെഴുക്ക് പുരട്ടി, അതിനുശേഷം ചമ്മന്തിയാണ്. ചമ്മന്തിക്ക് ശേഷം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഉള്ളി മുളക് ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സലാഡാണ്. സലാഡിൽ വെറുതെ തൈരിൽ ഉള്ളിയും ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിയിലയും പച്ചമുളക് ഇട്ടിട്ട് ഉപ്പൂട്ടതാണ്. പിന്നെ ഫിഷ് ഫ്രൈയും കൊണ്ടാട്ടവും, പിന്നെ പിക്കിൾ, അമ്മമ്മേൻ്റെ പിക്കിളാണ്, അമ്മമ്മ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഹോം മെയ്ഡ് പിക്കിളാണ് അതും. പിന്നെ വഴുതനങ്ങ ഫ്രൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓംലെറ്റും കൂടെ വെച്ചിട്ട് നമ്മുടെ ചട്ടിച്ചോറ് സെറ്റായി ഗൈസ്. അപ്പോൾ ടെസ്റ്റർ വന്നിട്ടുണ്ട്. എന്താ നീ ടെസ്റ്റ് ചെയ്യുന്നോ? ടേസ്റ്റ് ചെയ്യുന്നതാണോ? അതിൻ്റെ അടിയിൽ മറ്റേ സാധനം വെക്കണേ മാ. ഓക്കെ ഓക്കെ. എല്ലാം എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുഴച്ച് തിന്നണം. ഒരാൾ നോക്കുന്നുണ്ടാ, അത് നോക്കുന്നുണ്ടാ, അതിന് വേണോ?
ഇതും സൂപ്പർ സൂപ്പർ ഓ സൂപ്പർ സൂപ്പർ. അതിന് നീ തിന്നോക്കി അവന് കൊടുത്തട്ടെ. മറ്റേ മുളകിൻ്റെ എടുക്കണ്ട. യമ്മിയാണോ 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 അതോ ഏതായാലും കുട്ടാട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുട്ടാട്ടിന് പിന്നെ ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് ഈ ചട്ടിയിൽ നിന്ന് തിന്നാൻ ഉണ്ടാവില്ല എന്ന് എൻ്റെ പ്ലേറ്റിൽ തന്നെ ആക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ചട്ടിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഒരുപാട് കറി ഒഴിച്ച് കറീനേക്കാളും ടേസ്റ്റ് നമുക്ക് രണ്ടാക്കും കുട്ടാട്ടിനും എനിക്കിങ്ങനെ തൊടുകറികൾ കൂട്ടി തിന്നുന്നത്. അപ്പം എന്തായാലും ചട്ടിച്ചോറ് അടിപൊളിയായിട്ടുണ്ട്. ഇനി വേഗം ഫുഡ് കഴിക്കട്ടെ. ഇപ്പം ഈ എന്ന് അപ്പോൾ ഇതാ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ വോയിസ് ഇട്ടിട്ടായിരിക്കും പോവാം, കാരണം ഫുൾ ഹറിബറി ആയിപ്പോയി. അപ്പം ബൈ.